ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അത് ഈ സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ നിർബന്ധമായിട്ടും ആ കാര്യം പറയേണ്ടതുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. നിങ്ങളിത് കാണുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. വീഡിയോ മറ്റോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് ഇതിലെഴുതിയിട്ടുള്ളത് മേഘവിസ്ഫോടനത്തിന് സാധ്യത, തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് സാധ്യത, ജാഗ്രത പാലിക്കുക. യഥാർത്ഥത്തിൽ മേഘവിസ്ഫോടനത്തിൻ്റെ അത്തരം ഒരു സാധ്യത ഇന്ന് പ്രവചിക്കപ്പെട്ടിട്ടില്ല എന്തായാലും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവചനങ്ങൾ ബോധപൂർവമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവചനങ്ങൾ അറിവില്ലായ്മയാണ് നടക്കുന്നതെങ്കിൽ അറിവില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രചരണവും ഒരു നിർദ്ദേശവും ആളുകൾ പ്രചരിപ്പിക്കാൻ ഇടയാകരുത്. മാധ്യമപ്രവർത്തകരോട് നേരത്തെ ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു, കൃത്യം വിവരങ്ങൾ തന്നെ നൽകണം. മാധ്യമപ്രവർത്തകർ ആ വിധത്തിൽ ജില്ലാ കളക്ടർമാരും ദുരന്ത നിവാരണ അതോറിറ്റിയും അതാത് മണിക്കൂറുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് കൊടുക്കുന്നത്. എന്നാൽ പഴയ ചിത്രങ്ങൾ കാണിച്ച് ഈ വെള്ളം നന്നായി പെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പുഴകളിലൂടെയും ജലാശയങ്ങളിലൂടെയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ആ ചിത്രങ്ങൾ ആവർത്തിച്ച് കാണിച്ച് ഇതാ ഏതോ അപകടം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് വരുത്തുന്ന വിധത്തിലുള്ള സോഷ്യൽ മീഡിയകളുടെ തെറ്റായ പ്രചരണം പ്രോത്സാഹിപ്പിക്കാനാകില്ല. ഒരു തവണയൊക്കെ ഒരു തെറ്റ് പറ്റിയിട്ടെങ്കിൽ മനസ്സിലാകാം. തുടർച്ചയായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടി എടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം എന്ന നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. ഡാമുകൾ പേടിക്കാവുന്ന ഒരു പ്രശ്നവും ഇപ്പോൾ നിലവിലില്ല. 16 ഡാമുകൾ തുറന്നിട്ടുണ്ട്. ഇന്ന് മലമ്പുഴയും ബാണാസുരയും തുറക്കുമെന്ന വിവരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെയുള്ള അനുഭവങ്ങൾ വെച്ച് റൂൾ കർവുള്ള ഡാമുകളിൽ അങ്ങനെയും റൂൾ കർവ് നിയമപരമായി പാലിക്കാത്ത ഡാമുകളിൽ റൂൾ കർവിൻ്റെ ഏതാണ്ട് സ്ഥിതിവിശേഷം എത്തുന്നതിന് മുമ്പും പതുക്കെ തുറന്നുവിട്ട് രാത്രി തുറക്കാണ്ടാത്ത വിധത്തിൽ തുറന്നുവിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യം അവിടുത്തെ സർക്കാരുമായി കൃത്യമായി അവിടുത്തെ ജില്ലാ കളക്ടറുമായി അനുദിനം സംസാരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ രാത്രി തുറക്കരുത്, നേരത്തെയുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാൻ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോട് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ. ഇപ്പോൾ നമുക്ക് ആരംഭിക്കപ്പെട്ടിട്ടുള്ള ക്യാമ്പുകളുടെ എണ്ണം ചെറുതാണ്. 37 ക്യാമ്പുകളിലായി 1662 പേരേ ഉള്ളൂ. പക്ഷേ 5595 ക്യാമ്പുകൾ വരെ ആവശ്യമെങ്കിൽ ആരംഭിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ സജ്ജാണ്. ചെറിയ അപകടങ്ങൾ കണ്ടാൽ പോലും സുരക്ഷയില്ലാത്ത വീട്, ഈ 3 ദിവസം സുരക്ഷയില്ലാത്ത വീട്, വർണബിളായിട്ടുള്ള പോപ്പുലേഷൻ, വർണബിളായിട്ടുള്ള പ്രദേശങ്ങൾ നിർബന്ധമായിട്ടും ക്യാമ്പുകളിൽ മാറലാണ് സുരക്ഷയെങ്കിൽ ആ കാര്യം എടുക്കണം എന്നും അഭ്യർത്ഥിക്കുകയാണ്.